വൺ യൂസ് സോപ്പ് എന്നുള്ള കൺസെപ്റ്റ് നൽകിയത് മെഡിമിക്സ് ആയിരുന്നു. അപ്പോൾ ഈ ബിസിനസ്സിൽ മാർക്കറ്റിങ്ങിൽ ഉള്ള സ്ട്രാറ്റജിയെ കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റും. എനിക്കൊന്ന് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഹോട്ടൽ സോപ്പ് ഹോട്ടലുകളെ ഉദ്ദേശിച്ചല്ല തുടങ്ങിയത്. സത്യത്തിൽ ഞങ്ങൾ ഹാൻഡ് മെയ്ഡിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോൾഡ് കട്ട് ചെയ്യുന്ന സമയത്ത് അവസാനത്തെ ഒരു ബാറിന് വണ്ണം കുറയും. അപ്പൊ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ ചിന്തിച്ചപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ഹോട്ടലിൽ ചിലപ്പോൾ ഉപയോഗമാവും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചൊരു 100 ഹോട്ടലിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം അത് മാനേജ് ചെയ്യാം. അങ്ങനെയാണ് ആദ്യമായിട്ട് കൊണ്ടുചെന്നപ്പോൾ ആരും അതിന് അത്ര വലിയ പ്രാധാന്യം നൽകിയില്ല. പക്ഷെ പിന്നീട് അന്ന് ബോംബെ എന്നൊക്കെ വൈറ്റ് കളറിലുള്ള സോപ്പ് വരുമായിരുന്നു മാർക്കറ്റിൽ, ചില ആളുകളൊക്കെ ആയി വരും. ഇന്ന് ഇന്ത്യയിൽ അത് മൊണോപ്പൊളിയായി മാറി. ഇപ്പോൾ സൈഡ് കട്ട് ചെയ്ത് വരുന്നില്ല, അതിനുവേണ്ടി മാത്രം ഫാക്ടറി ഇടേണ്ട ആവശ്യം വന്നു എന്നുള്ളതാണ്. അപ്പം അത് ആകെയുള്ളത് ഹോട്ടലുകാരുടെ പേരിട്ട് സപ്ലൈ ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. കാർട്ടൻ്റെ പുറകിൽ ഹോട്ടലുകാർ അത് ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള എല്ലാ ബിസിനസ്സിലും അതങ്ങനെ സംഭവിക്കുന്നതാണ്, അതങ്ങനെ നടന്നു വരും. പിന്നെ എന്നെ സംബന്ധിച്ചോളം സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒന്ന്, ഞങ്ങളുടെ ഫാമിലി എടുത്തൊരു തീരുമാനമുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഒന്ന്, സമൂഹത്തിന് യാതൊരു തരത്തിലും ദോഷകരമാകുന്ന പ്രൊഡക്റ്റ് ആവരുത്. 2, പേഴ്സണൽ കെയർ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഒരു മനുഷ്യന് ഉപയോഗിക്കാവുന്ന കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ആരോഗ്യ സംരക്ഷണത്തിന് ആ രംഗത്ത് മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. കാരണം വളർച്ചയെ അത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട്. ഒരു നിഷ് മാർക്കറ്റിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ കൃത്യമായൊരു ധാരണ അവിടെ ഞങ്ങൾക്കുണ്ട്. പിന്നെ കുടുംബത്തിൽ ഇപ്പം എൻ്റെ പാഷൻ ആക്ടിംഗ് ആണ്, അല്ലെങ്കിൽ സിനിമാ നിർമ്മാണമാണ്. അതൊരിക്കലും ബിസിനസ്സിലെ പണം എടുത്തിട്ടല്ല ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ കമ്പനിയിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറില്ല. എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞാനൊരു സിനിമ ചെയ്യും. അതുപോലെ അഭിനയിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് കുടുംബത്തിൽ നിന്ന് അതിന് അനുവാദം കിട്ടും എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പം എൻ്റെ കൂടെ ഇപ്പോൾ 50-ലധികം നായികമാർ പലപ്പോഴും എൻ്റെ കാമുകിയായിട്ട് അഭിനയിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് ഭാര്യയോട് തുറന്ന് സംസാരിക്കുകയും എൻ്റെ റിഹേഴ്സൽ, ഇപ്പോഴും ഞാനൊരു നാടകത്തിൻ്റെ റിഹേഴ്സലിലാണ്. റിഹേഴ്സലിന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എൻ്റെ ഭാര്യയും മക്കളും കൂടിയാണ്. മക്കളും ഭാര്യയും എൻ്റെ കൂടെ അഭിനയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സിനിമ ഞാൻ ചെയ്ത സമയത്ത് അച്ഛനൊരു വാട വെച്ച് ചെയ്ത സമയത്ത് ഞാൻ ഭാര്യയോടാണ് ചോദിച്ചത്, എൻ്റെ കാമുകിയായിട്ട് ആരാ അഭിനയിക്കേണ്ടത് നീ തീരുമാനിക്കാൻ. ഭാര്യയാണ് ഒരാളെ തെരഞ്ഞെടുത്ത് തരുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. കാരണം നമ്മള് കുടുംബത്തില് നമ്മുടെ അപ്പൊ കുടുംബജീവിതമായാലും വ്യക്തിപരമായ ജീവിതമായാലും ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഞാൻ ഈ യാത്ര ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ എറണാകുളത്ത് വന്നു, എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നു, ഇവിടുന്ന് വയനാടില് മറ്റന്നാളൊരു സ്കൂളിന്റെ പ്രവേശനോത്സവം ഉണ്ട്, അവിടുന്ന് മൈസൂർ പോയാണ് വരുന്നത്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറിയില്ല, ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പല കുടുംബത്തിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു, പല ചർച്ചകളും ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ തീരുമാനങ്ങളിലും എല്ലാത്തിനും ആണ് പങ്കാളിയാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് കുടുംബം കൊണ്ടുപോകുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.